Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് അസേർഷൻ റീസൺ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യം നോക്കാം. രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഒന്ന് പ്രസ്താവന എ, മറ്റൊന്ന് കാരണം ആർ. പ്രസ്താവന എ: ഹ്രസ്വദൃഷ്ടി ഉള്ള കണ്ണുകൾക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. കാരണം ആർ: ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കൺവേർജിംഗ് ലെൻസുകൾ നിർദ്ദേശിക്കുന്നു. ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ: പ്രസ്താവനയും കാരണവും ശരിയാണ്. ഒപ്പം കാരണം ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ ബി: രണ്ടും ശരിയാണ്, പക്ഷേ കാരണം ശരിയായ വിശദീകരണമല്ല. ഓപ്ഷൻ സി: പ്രസ്താവന ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. ഓപ്ഷൻ ഡി: പ്രസ്താവന തെറ്റാണ്, പക്ഷേ കാരണം ശരിയാണ്. ഏതാണ് ശരിയുത്തരം? നമുക്ക് ഈ ആശയം ഒന്ന് പരിശോധിച്ചു നോക്കാം. ഹ്രസ്വദൃഷ്ടി ഉള്ള ഒരു കണ്ണിൽ പ്രകാശം എങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുന്നിലായിട്ടാണ്. ആദ്യം പ്രസ്താവന പരിശോധിക്കാം. അകലെയുള്ള വസ്തുക്കൾ അവ്യക്തമായി കാണുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. ഇത് നമ്മുടെ പ്രസ്താവനയുമായി കൃത്യമായി യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രസ്താവന ശരിയാണ്. ഇനി കാരണം പരിശോധിക്കാം. ഇത് പരിഹരിക്കാൻ പ്രകാശകിരണങ്ങളെ അകറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഡൈവേർജിംഗ് ലെൻസ് അഥവാ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ കൺവേർജിംഗ് ലെൻസ് അല്ല. അതുകൊണ്ട് നൽകിയിരിക്കുന്ന കാരണം തെറ്റാണ്. അപ്പോൾ നമ്മുടെ അന്തിമ നിഗമനം എന്താണ്? പ്രസ്താവന ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി മുകളിലെ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ. ഗംഭീരം! നമ്മൾ ഈ ആശയം പൂർണ്ണമായും മനസ്സിലാക്കി. ഹാപ്പി ലേണിംഗ്!